മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും സ്വന്തം പ്രണയിനി തന്നെയാണ് ചതിച്ചതെന്ന് മനസ്സിലായപ്പോഴും അവളെ ഒരു നോക്ക് പോലും ഒറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അവരുടെ മരണത്തിൻ്റെ വധക്കേസായി മാറിയതും പിന്നീടുള്ള വിധിയുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം. പറഞ്ഞു വന്നത് ഷാരോണിനെ കുറിച്ച് തന്നെയാണ്. ഷാരോണും ഷാരോണിനെ കൊലപ്പെടുത്തിയ കാമുകി ഗ്രീഷ്മയും. കാമുകി എന്ന് ഇനി വിളിക്കാനാകില്ല, പ്രണയിനി എന്ന് ഒരിക്കൽ പോലും പറയാൻ സാധിക്കില്ല. ഷാരോണിൻ്റെ അമ്മയും അച്ഛനും പറയുന്ന വാക്കുകളിലൂടെ നോക്കുമ്പോൾ ഗ്രീഷ്മയോട് ദേഷ്യം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. ഒരിക്കലും അവൾ ഷാരോണിനെ സ്നേഹിച്ചിരുന്നു എന്ന് തോന്നുന്നില്ല. ഒരുപാട് ഒഴിയാൻ ശ്രമിച്ചതാണ്, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. ഷാരോണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും ഒഴിഞ്ഞു പോകാതെ വന്നതുകൊണ്ടാണ് കൊല്ലാമെന്ന് തീരുമാനിച്ചത്. ഒരു പ്രണയിനി പറഞ്ഞ വാക്കുകളാണിത്. ഒരിക്കലെങ്കിലും അവനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യനെന്ന പരിഗണന കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവളെ കൊണ്ടിത് പറയാൻ സാധിക്കില്ല. മരണത്തെ മുഖാമുഖം കണ്ട 11 ദിവസവും വെള്ളം പോലും കുടിക്കാനാകാതെ ആശുപത്രി കിടക്കയിൽ ഉണ്ടായിരുന്നപ്പോഴും അവളെ വാവേ എന്ന് മാത്രം വിളിച്ച് പ്രണയം പങ്കിട്ടുകൊണ്ടിരുന്ന ഷാരോൺ, എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കാൻ പേടിയാണ് വാവേ എന്ന് പോലും പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വാവേ എന്ന് പറഞ്ഞതായിരുന്നു അവസാന വാക്ക്. അപ്പോഴും അവനറിയാമായിരുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഗ്രീഷ്മ തന്ന എന്തോ ഇതിൽ വിഷമുണ്ടായിരുന്നുവെന്ന്. അത് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെങ്കിലും പ്രണയം അവനെ മരണമൊഴിയിലേക്ക് പറയാൻ സമ്മതിച്ചില്ല. ഇന്ന് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞു പറയുമ്പോഴും അവരും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തുന്നില്ല. അവന് വളരെ ഇഷ്ടമായിരുന്നു അവളെ. ഒരിക്കലും ഗ്രീഷ്മ കുറ്റപ്രക്കാരിയാവണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത് അവനെ സന്തോഷിപ്പിക്കുന്ന വിധിയല്ല. പക്ഷെ ഞങ്ങളുടെ മകന് നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവനൊരിക്കലും ഈ വിധി കേട്ട് സന്തോഷിക്കില്ല. അവൻ അത്രമാത്രമായിരുന്നു അവളെ സ്നേഹിച്ചിരുന്നത്. അവളവനെ കൊല്ലാൻ മരുന്ന് കൊടുത്തു എന്ന് അറിഞ്ഞിട്ടും അവൻ സ്നേഹിച്ചിരുന്നു. അതൊരിക്കലും ഷാരോണിൻ്റെ വിധിയല്ല. പക്ഷേ ഞങ്ങളുടെ മകന് നീതി ലഭിച്ചു, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടതാണ്. ഇനിയൊന്നും തിരിച്ചു പിടിക്കാനാകില്ല. ഈ കേസ് വിധിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടില്ലല്ലോ. അതൊരു തീരാ ദുഃഖം തന്നെയാണ്, അത് മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഷാരോണിന് വിധി ലഭിച്ചു എന്ന് പറയുന്നു. അവൻ ആഗ്രഹിച്ചിരുന്ന വിധി ഇതായിരുന്നുവെങ്കിൽ അവൻ്റെ മരണമൊഴിയിൽ അവൻ പ്രതികാരത്തോടെ പറയുമായിരുന്നു, അവൾ തന്നത് കുടിച്ചതിന് ശേഷമാണ് എനിക്കിത്രയും പ്രശ്നമുണ്ടായതെന്ന്. എന്നാൽ അതുപോലും പറയാൻ അവൻ ശ്രമിച്ചില്ല, പറഞ്ഞില്ല. അതാണ് അവൻ്റെ സ്നേഹം. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ പറയുന്നുമുണ്ട്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം വിധപ്പെട്ട ഒന്ന് തന്നെയായി മാറുകയാണിത്. കാരണം പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു വിധി തന്നെയെന്ന് ഇതിനെക്കുറിച്ച് പറയാം. നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുമ്പോൾ കുറ്റബോധമോ മരവിപ്പോ എന്തെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തികഞ്ഞ മൗനത്തിലായിരുന്നു ഗ്രീഷ്മ. വിധി പ്രസ്താവനം തുടങ്ങിയപ്പോൾ ഗ്രീഷ്മയുടെ കണ്ണുകൾ നനഞ്ഞെങ്കിലും പിന്നീട് നിർവികാരയായി മാറി. വിധി പ്രസ്ഥാനം കഴിഞ്ഞിട്ടും പ്രതികരണമില്ലാതെ ഗ്രീഷ്മ കോടതി മുറിയിൽ നിന്നു. എന്നാൽ മകൻ്റെ മരണത്തിൽ ഒടുവിൽ നീതി ലഭിച്ചപ്പോൾ ആ അമ്മയും അച്ഛനും കുടുംബവും കോടതിയിൽ പൊട്ടിക്കഴിഞ്ഞു. വിധി കേൾക്കാനായി ഇന്ന് ഷാരോണിൻ്റെ കുടുംബം കോടതിയിലേക്ക് എത്തിയിരുന്നു. 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവന് നിർമ്മലകുമാറിന് നായർക്ക് 3 വർഷ തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ചത്. ഷാരോണിനെ ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കേസും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.